ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവില് തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ പേരിൽ എനിക്ക് ഓട്ടോ ഇല്ല. ഇപ്പൊ എത്ര ദിവസമായെന്ന് അറിയാം വണ്ടി ഓടിയിട്ട് ആരും വിളിക്കണില്ല. കള്ളു പിടിച്ച് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും വിളിക്കണില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, എൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവസാനിപ്പിച്ച് ആളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ ആളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ ഞാൻ എന്നാ ചെയ്യും? ഞാൻ വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ വണ്ടിയെ ഞാൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞേക്കണം. ഷുഗർ, കൊളസ്ട്രോള്, BP ഇതിനെല്ലാം മരുന്ന് കഴിക്കണം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മേടിച്ച്. വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആദ്യമായിട്ട് നിയമ ഭേദഗതി ഇവിടെ കൊണ്ടുവരേണ്ടത് അനാവശ്യമായിട്ട് ഒരാളുടെ, അതായത് മറ്റൊരാളുടെ വീഡിയോ, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, മറ്റൊരാളുടെ വീഡിയോ അനധികൃതമായിട്ട് അനാവശ്യമായിട്ട് ഒരാൾ എടുക്കുന്ന ആ ഒരു വ്യക്തിക്കെതിരെ ജാമ്യമില്ല വകുപ്പിന് പിടിച്ച് അകത്തിടണം. അതായത് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇറക്കിയ ഒരു വീഡിയോ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയൊന്നും അല്ല. ഒരു വ്യക്തിയെ അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ വീഡിയോ എടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക, ഇതുപോലൊരു അപരാധം വേറെ ഇല്ലെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും അധികം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, മോശം കാര്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു പൊതു സംരക്ഷണ രീതിയായി ഈ ഒരു അപരാധം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനൊരു മാറ്റം വരണം. ഇവിടെ ആ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. 5 ദിവസം മുമ്പ് ഈ ഒരു ന്യൂസ് വന്ന് എല്ലാവരും കണ്ടാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. അദ്ദേഹം കേസിന് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു സംഭവം തെളിയിക്കണം. അതായത് അദ്ദേഹത്തിന് ജീവിതം വഴിമുട്ടി, ആരും ഓട്ടം വിളിക്കുന്നില്ല. ഇത് കണ്ട, അതായത് വൈറൽ വീഡിയോ ആയ സംഭവമാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അദ്ദേഹം വെള്ളം അടിച്ചിട്ടുണ്ടെന്ന്. കാരണം ചില ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മദ്യപാന്മാരാണെന്ന് തോന്നും, പക്ഷേ അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടും ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ആ ഒരു രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നതായിരിക്കും. അവർ മദ്യം കഴിച്ചിട്ടുണ്ടാവില്ല. കൂടുതൽ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്കും ഈ രീതിയിൽ നമുക്ക് തോന്നിയേക്കാം. വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവില് തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ട്രാൻസ്ഫർ ബസ് സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവര് കൈ നീട്ട് 2 പേരുണ്ടായിരുന്നു. അപ്പോൾ കൈ നീട്ടിച്ച് വണ്ടിയെ കയറി. ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു. അവർ പറഞ്ഞ ഹോട്ടലിന്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു. ഈ സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് ആ സ്റ്റുഡിയോ അറിയത്തില്ല. നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലാണ്ട് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവർ എടുത്ത് വായിക്ക് ചോദിച്ചു, ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ നമ്മൾ കേട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഈ സ്റ്റുഡിയോ ഇപ്പൊ സ്ഥാപനങ്ങൾ എന്നാന്ന് എനിക്കറിയത്തില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഓടണമല്ലേ വണ്ടി. അപ്പൊ ഇവര് വണ്ടിയെ കയറിയപ്പോ തന്നെ ഭയങ്കര സ്മെല്ലാ. കഞ്ചാവാണോ എന്നൊക്കെ അടിച്ചേക്കണം ദൈവത്തിന് മാത്രം അറിയാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. തൊപ്പിയുടെ എക്സ് വൈഫായിരുന്ന ഫസ്മിനാത്ത എന്ന് പറയുന്ന ഈ ഒരു ഫസ്മിന ഇവള് കാണിച്ച് അവരൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് ഒരാവശ്യമില്ല, അവൾക്ക് ആ ഒരു ഓട്ടോ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി വേറെ ഓട്ടോ വിളിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും ചെയ്യാതെ ഈ മനുഷ്യൻ്റെ വീഡിയോ എടുത്തിട്ട് ഈ രീതിയിൽ അപരാധിച്ച ഈ ഒരു പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു മനുഷ്യൻ തന്നെ പറയുന്നുണ്ട് ഇവർ കഞ്ചാവ് അടിച്ച് കിറിഞ്ചിയിരിക്കുന്ന ഒരു ലക്ഷണമായിരുന്നു. ഒന്ന് ആണായിരുന്നു, ഒന്ന് ഫസ്മിന സക്കീർ. അങ്ങനെ കയറിയതിന് ശേഷമാണ് ഈ അപരാധം ചെയ്തത്. പൊതുവെ ഇവിടെ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ കേട്ടതാണ്. കഞ്ചാവ് MDMA ഒക്കെ ഒരു മെയിൻ ഏജന്റുകൾ തന്നെയായിട്ടാണ് ഇവർ വർത്തിക്കുന്നതെന്നാണ് നമ്മൾ കേട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് പൊതുസമൂഹത്തിൽ പബ്ലിക്കായിട്ട് ഇറങ്ങി നടന്ന് ഈ രീതിയിൽ അപരാധം കാണിക്കാൻ, മറ്റുള്ളവരെ തേജോവധം ചെയ്യാൻ, മറ്റുള്ളവരുടെ ഈ പറഞ്ഞ അന്നം വഴിമുട്ടിക്കാൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്കെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല? ഇപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാനനഷ്ടത്തിന് ഇദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. മാനനഷ്ടത്തിന് കേസ് കൊടുത്തത് മാത്രമല്ല, ഇത് സത്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, അതായത് ഇദ്ദേഹം വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഓട്ടോയും 1 ലക്ഷം രൂപയും കൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചുമ്മാതെ അങ്ങനെ ഒരു വ്യക്തി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവുമായി സഹകരിക്കുന്ന ഒരു 3-4 പേരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോലീസിന് എവിഡൻസ് കിട്ടും. വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സുഹൃത്തുക്കൾക്ക് എന്തായാലും അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം തീർത്തും നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഫാസ്മിനെ എന്ന് പറയുന്ന ഈ ഒരു റീൽസോൾ കാണിച്ച ഒരു സമ്പൂർണ്ണ അപരാധം ഇത്തരം റീൽസോളികൾക്ക്, ഷിംജിതയെ പോലുള്ള ഇത്തരം ആളുകളെ ഒട്ടുമേ ഇനി വളരാൻ അനുവദിച്ചുകൂടാ. ഇതിനൊരു നിയമനിർമ്മാണം തന്നെ വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടതാണ്.
ഞാൻ കള്ളും കൂടെ കുടിച്ചെന്നാണോ നിങ്ങൾ പറയണതെന്ന് അപ്പോൾ അവരവിടെ ഇറങ്ങി ഒരുത്തിനും വേറെ ഒരുത്തിനും ഇങ്ങനെ കവചമായിട്ട് എന്നെ ഇങ്ങനെ നിന്നേച്ച് ആ വർത്താനം പറയണു. അവൾ അവിടെ ഇറങ്ങി നിന്ന് എൻ്റെ ഈ വീഡിയോ എടുക്കുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നെന്നും പറഞ്ഞു. എൻ്റെ സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടിക്കണ പയ്യൻ പറഞ്ഞു. എന്നോട് അവൻ ചോദിച്ചു, ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, എന്നാ പറ്റിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവിച്ചാൽ. വേറെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തെരുവോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടിക്കൂലിയും മേടിച്ചിട്ടില്ല, വണ്ടി ഓടിയില്ല. ഇതിൻ്റെ പേരിൽ എനിക്ക് ഓട്ടോ ഇല്ല. ഇപ്പം എത്ര ദിവസമായെന്ന് അറിയാം വണ്ടി ഓടിയിട്ട്. ആരും വിളിക്കണില്ല. കള്ളു കുടിച്ച് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും വിളിക്കണില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, എൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളം ഒടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം ഒടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം ഒടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവസാനിപ്പിച്ച് അവളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ ഈ രീതിയിൽ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുത്തിട്ട് അപരാധം കാണിക്കുന്നു. കാരണം നമ്മുടെ വീഡിയോ എടുക്കാൻ ഒരാളെ അനുവദിക്കില്ല. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, പണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി 2 സ്ത്രീകൾ ശ്രമിച്ചപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ആ മൊബൈൽ അടിച്ച് ഞാൻ താഴെയിട്ട് 2 മൊബൈലും പൊട്ടി. അത് നമുക്കതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വീഡിയോ, നമ്മളൊരു ക്രൈം ചെയ്യാത്തിടത്തോളം കാലം, നമ്മളൊരു തെറ്റ് ചെയ്യത്തില്ല എന്ന് ഉറപ്പ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിൽ വന്ന് നമ്മുടെ വീഡിയോ എടുക്കാൻ ആര് ശ്രമിച്ചാലും അത് അനുവദിക്കില്ലെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അത് നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരണം ഈ ഒരു വിഷയത്തിൽ. ആവശ്യമായി മറ്റുള്ളവരുടെ വീഡിയോ, ഞാൻ ഒരാളുടെ വീഡിയോ ഇതുവരെ ജീവിതത്തിൽ എടുക്കാൻ പോയിട്ടില്ല. അനാവശ്യമായിട്ട് ഒരാളുടെ വീഡിയോ പബ്ലിക്കായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമിലോ ഏതെങ്കിലും ഒരു അനാവശ്യമായിട്ട് സംശയത്തിൻ്റെ പേരിലെങ്കിലും ഒരാളുടെ വീഡിയോ ഞാൻ എടുക്കാൻ പോയിട്ടില്ല. അങ്ങനെ ചെയ്യാം. ചില വിഷയങ്ങളിൽ നമുക്ക് വ്യക്തമായൊരു ഇത് കാണുവാണ്, നമ്മൾ ഇതേപോലെ ഒരു ക്രൈം കാണുവാണ്, ഇതേപോലെ ഒരു അപരാധം, പച്ച അപരാധം കാണുമ്പോൾ ആ ഒരു സംഭവം 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് നമുക്ക് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷേ സംശയത്തിൻ്റെ പേരിൽ, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതിൻ്റെ പേരിലും ഈ രീതിയിൽ തെമ്മാടിത്തരം കാണിക്കുന്ന ഓരോന്നിനെതിരെയും ആക്ഷൻ എടുക്കണം, തക്കതായ നടപടി എടുക്കണം. പിറ്റേ ദിവസം കേസ് കൊണ്ട് കൊടുത്തു. ഇവിടെ SP ഓഫീസിൽ വെച്ച് വിളിച്ചു. ഇവിടെ വന്നപ്പോൾ സാർമാർ പറഞ്ഞു സൈബർ സെല്ല് ഫൈനാവില അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് വിളിച്ചു. എന്നോട് തൊടുപുഴ സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. അവളെയും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ പറയണ ഞാൻ കള്ള് കുടിച്ചാൽ വണ്ടി ഓടിക്കണേന്നാണ് പറഞ്ഞത്. കള്ള് കുടിച്ചിട്ടില്ല, ഞാൻ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാറുമില്ല, കള്ള് കുടിക്കാറുമില്ല. എൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റോ ഈ വെള്ളം മദ്യപിച്ച് വെള്ളം ഓടിച്ചെന്നും പറഞ്ഞ ഒരു സ്റ്റേഷനിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ ജീവിതം മുടങ്ങി. ഞാൻ എന്നാ ചെയ്യും? ഞാൻ വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ വണ്ടിയെ ഞാൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞേക്കണം. ഷുഗർ, കൊളസ്ട്രോള്, BP ഇതിനെല്ലാം മരുന്ന് കഴിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഗ്രാമീണ ബാങ്കിങ്ങിൽ നിന്ന് ലോൺ എടുത്ത് മേടിച്ച് വണ്ടി ചെയ്തത്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇതിൻ്റെ സ്ഥലം വരെ ഇല്ല. ഇവളും ഇവിടെ കൂടുതൽ ഒരു ആണും കൂടെ ഉണ്ടായിരുന്നത്. അവൾ ഇപ്പോൾ ഇവിടെ വന്നു സ്റ്റേഷനിൽ വന്നപ്പോൾ അവൾ പെണ്ണായി. വഴിമുട്ടി ജീവിതം വഴിമുട്ടില്ല. ഞാനിപ്പോൾ എന്നെ നമ്മളെ എന്ത് കാണിച്ചാൽ ഇവരിങ്ങനെ ദ്രോഹിച്ചെന്നുള്ളത് എനിക്കറിയണം. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ പറഞ്ഞു, സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തന്നെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഓട്ടം കിട്ടണില്ല. എനിക്ക് അവളും മാപ്പ് കിട്ടണമെന്ന് എനിക്കുള്ളൂ. കാരണം വേറെ അല്ല അതിനകത്ത് പ്രശ്നം. കാരണം എന്നെ ഇങ്ങനെ ഇതുപോലെ ബുദ്ധിമുട്ട് വേറൊരാൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടാകരുത്. ഈ ഒരു സമ്പ്രദായം തന്നെ ഇല്ലാതാക്കണം. അനാവശ്യമായി ഒരാളുടെ വീഡിയോ എടുക്കുന്ന ഈ ഒരു സമ്പ്രദായം, അതിൽ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് അത് മുന്നോട്ട് പോകും. പക്ഷെ അതിലില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തക്കതായ ആ വീഡിയോ എടുത്തിട്ട് ആ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒത്തീർപ്പാക്കി പറഞ്ഞു വിടാതെ തക്കതായ ശിക്ഷ ഈ വീഡിയോ എടുക്കുന്ന ടീമുകൾക്ക് കൊടുത്താൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാകത്തുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.